അല്ല, വലിയ ഒരു പരിപാടിക്ക് ശേഷം ലാലേട്ടൻ പുറത്തേക്ക് വരികയാണ് കേട്ടോ. വലിയ ഒരു പ്രോഗ്രാമായിരുന്നു. ഫെഫ്കയുടെ ചരിത്രത്തിൽ ഒരു സംഭവം കഴിഞ്ഞിട്ട് ലാലേട്ടൻ വരുന്ന ആണ് നമ്മൾ കാണുന്നത്. ലാലേട്ട ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു ഫെഫ്കയുടെ. അതെ അല്ലേ, ഭയങ്കര സംഭവം തന്നെയാണ് പറഞ്ഞത്. ലാലേട്ടൻ്റെ ചരിത്രത്തിൽ ഫെഫ്കയുടെ പരിപാടി ഏറ്റവും ഗംഭീരമെന്ന് തന്നെ ലാലേട്ടൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ അത് ഫെഫ്കയ്ക്ക് ഒരു ഊർജ്ജമാവുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. സേതൊക്കെ ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് നിങ്ങളൊക്കെ സാക്ഷ്യം വഹിച്ചത്. അതെ, സത്യമായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനറിയാം, എനിക്കൊരു ആശംസ പറയാനാണ് എന്നെ ക്ഷണിച്ചെങ്കിലും എൻ്റെ പഴയ കാലങ്ങളും എൻ്റെ പഴയ വർക്കേഴ്സിനെ ഞാൻ ഓർത്തുപോയി. അത് തീർച്ചയായിട്ടും ഇതൊരു ഭയങ്കര സംഭവമാണ്. ഒരു അഭിമാന മുഹൂർത്തം തന്നെയാണ്. ഈ ഒരു പദ്ധതി തന്നെ നമുക്കൊക്കെ മനസ്സിലാക്കി എല്ലാ സംഘടനകളുമൊക്കെ അത് ആവിഷ്കരിക്കേണ്ടതാണ്. ഇൻഷുറൻസ് പദ്ധതിക്ക് പകരം ഇങ്ങനെയുള്ള പദ്ധതികൾ ആലോചിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. രഞ്ജിത്തേട്ടാ, എന്ത് തോന്നുന്നു? ഏറ്റവും വലിയ സന്തോഷമല്ലേ. കാരണം വെച്ചാൽ ഈ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയും ജോലി ചെയ്യുന്ന ഇത്രയും ആളുകൾ, ഇത്രയും തൊഴിലാളികൾ ഈ പറയുന്ന ഒരു മലയാള ഇൻഡസ്ട്രിയിലുണ്ടെന്ന് പറഞ്ഞ് ഇതിൻ്റെ വീഡിയോ എടുത്ത് ഗവൺമെൻറ് കൊടുക്കണം. കാരണം എന്താ പറയുമോ, ഇത്രത്തോളം തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ആളുകളുടെ മറ്റൊരാളുടെ സഹായമില്ലാതെ ഇത്രയും ആളുകൾ ജീവിക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു വലിയ ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് ഈ തൊഴിലാളികൾ സംഘടന ഇങ്ങനെ ചെയ്യുന്നൊരു കാര്യത്തിന് ഏറ്റവും വലിയ അഭിമാനം കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് വേണ്ട എല്ലാ ആശംസകളും അതിൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്യും. വലിയ ചരിത്ര മുഹൂർത്തമാണ്, ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ്. അതിൻ്റെ നിങ്ങൾ കണ്ടല്ലേ, ഭയങ്കര ഏറ്റവും മനോഹരമായിരുന്നു, ഏറ്റവും സന്തോഷം നൽകുന്ന നിമിഷമാണ്. നമ്മുടെ അംഗങ്ങളൊക്കെ സേഫ് ആവുന്നു, സെക്യൂർ ആവുന്നു, നമുക്ക് എല്ലാവർക്കും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഫംഗ്ഷനല്ലല്ലോ ഇമ്പോർട്ടൻറ്റ്, ഫംഗ്ഷനേക്കാൾ ഉദ്യമമല്ലേ ഇമ്പോർട്ടൻറ്റ്. ഉദ്യമം ഗംഭീരമല്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഫംഗ്ഷൻ സെക്കൻഡറിയാണ്, അതിൻ്റെ ഉദ്ദേശശുദ്ധിയാണല്ലോ വലുത്. അപ്പോൾ ഗംഭീരമായി. ഇടവേള ബാബുച്ചേട്ടാണ് നമ്മോടൊപ്പം ചേർന്നത്. ഒരു ചരിത്ര മുഹൂർത്തമായി എന്ന് തോന്നുന്നില്ല ഈ സംഭവങ്ങൾ? തീർച്ചയായിട്ടും അത് എളുപ്പമുള്ള സംഭവമല്ലല്ലോ. കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരുന്ന ഒരാളാണ് അമ്മയിൽ. അപ്പോൾ എന്നും പരാതികളും പരിഭവങ്ങളാണ്. കാരണം മുഴുവൻ തുക കിട്ടില്ല. ഇപ്പോൾ റൂം നമ്മൾ ഒരു 5 ലക്ഷം രൂപയുടെ പദ്ധതിയാണെങ്കിൽ അത് 5000 രൂപയുടെ റൂമേ ഒരു ദിവസം കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ്. പലപ്പോഴും ഹോസ്പിറ്റലിൽ പോയി കിടക്കും, വലിയ ബില്ല് വരും, പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങും. അപ്പോൾ അതൊന്ന് മാറി സ്വന്തമായിട്ടൊരു ഫണ്ട് ഉണ്ടാക്കി അതിൻ്റെ ഇത് അടയ്ക്കാന്നുള്ളൊരു എളുപ്പത്തിലേക്ക് എത്തുക. അത് അത്ര എളുപ്പമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊരു പരീക്ഷണമാണ്. അത് നല്ല കാര്യമാണ്. കാരണം കഴിഞ്ഞ വർഷം അമ്മ അടച്ചത് 1,50,00,000 രൂപയാണ് പ്രീമിയം അടച്ചത്. 135% ക്ലെയിം റേഷ്യോ. ഇതൊരു എളുപ്പ സംഗതിയല്ല, പക്ഷെ വലിയൊരു കാൽവെപ്പാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഒന്നാമത് ആദ്യം തന്നെ ഞാൻ ഇത്രയും വലിയൊരു ഗ്രാൻഡ് പരിപാടിയായിരിക്കും എന്ന് വിചാരിച്ചില്ല. നമ്മൾ പലപ്പോഴായി ഒരു സെറ്റിൽ നമുക്ക് കൂടിപ്പോയി 45 ദിവസമല്ലേ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്ത് എല്ലാവരെയും ഒരു കുടക്കീഴിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതിന് ഭയങ്കര സന്തോഷം. പിന്നെ ഇതൊരു ലാൻഡ് മാർക്ക് മൈൽ സ്റ്റോൺ ആണ് സത്യം പറഞ്ഞാൽ. കാരണം ലോകത്ത് എവിടെയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ എന്തായാലും ഇങ്ങനൊരു പദ്ധതി ഇതുവരെ വന്നിട്ടില്ല. അതൊരു ഭയങ്കര ഗട്ട്സാണെന്ന് ഞാൻ പറയും. ആ ഒരു ധൈര്യം ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങാൻ. കാരണം ഇതത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാരണം തേർഡ് പാർട്ടി സപ്പോർട്ട് ഇല്ലാതെ പോകുന്നൊരു പ്രോഗ്രാമാണല്ലോ. പക്ഷേ പലപ്പോഴുമായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ആരോഗ്യമാണ്. അത് എനിക്കൊന്ന് ആർട്ടിസ്റ്റ് ഞങ്ങളൊക്കെ ഭയങ്കര പ്രിവിലേജ്ഡാന്ന് തോന്നുന്നു. കാരണം നമ്മൾ എല്ലാവരും ടേക്ക് കെയർ ചെയ്യാൻ കുറേ പേരുണ്ട്. സമയത്തിന് ഭക്ഷണം, കാരവാൻ, ബാത്റൂം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ സൗകര്യങ്ങളൊന്നും ഒരു ദിവസം പോലും എക്സ്പെക്റ്റ് ചെയ്യാതെ സിനിമയ്ക്ക് വേണ്ടി ദിനരാത്രം ചോര നീരാക്കി വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അവർ കാരണമാണ് സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഈ പദ്ധതി വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അത് മാത്രമല്ല, സമത്വം എന്ന് നമ്മൾ ഘോരഘോരം പറയുമ്പോഴും സമത്വം ശരിക്കും ഇവിടെ കാണാൻ സാധിച്ചു. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഒരു മേക്കപ്പ് ടെക്നീഷ്യൻ, ഫീമെയിൽ മേക്കപ്പ് ടെക്നീഷ്യന് ഒരു കാർഡ് കൊടുക്കുന്നു. ഡ്രൈവേഴ്സ് 2 ലേഡി ഡ്രൈവേഴ്സ് വരുന്നു. ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇത് വിറ്റ്നസ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് ഭയങ്കര സന്തോഷമുള്ളതാണ് കേട്ടോ ഞാൻ ഇത്രയും സംസാരിച്ചത്. പക്ഷേ ഒരുപാട് സന്തോഷം. ഇത് അൺഎക്സ്പെക്റ്റഡ് ആണ്. ഞാൻ എല്ലാ മെനി യൂണിയൻസ്, സീക്കാലുണ്ട്, ക്യൂമാക്കിലുണ്ട്, അങ്ങനെ പല യൂണിയനിലും വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു അത്ഭുതം എന്ന് പറയാം. ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ. എന്താ പറയുക, ഇവർ ചെയ്ത ഒരു പദ്ധതി ഇറ്റ്സ് വെരി സ്ട്രോങ്. ഇതൊന്ന് നമ്മൾ കളക്ഷൻ ചെയ്യാൻ പോയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 5000 3,000. ഇത് ഫെഫ്ക ഓർഗനൈസേഷൻ അങ്ങനെ വോളണ്ടിയറെ കൊടുക്കുക. ബട്ട് ഇറ്റ് ഷുഡ് ബി ഹോണസ്റ്റ്. അപ്പോൾ എല്ലാവരും ഹോണസ്റ്റായിട്ട് ബിഹേവ് ചെയ്ത് എല്ലാവർക്കും ഈക്വലായിട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രോജക്ട്സ്. എനിക്കൊന്ന് അളവൻ സാർ ഇവിടെ വന്നപ്പം കുറേ ആളുകളെ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ? കുറേ ആളുകളെ കണ്ടില്ലേ കൂടെ വർക്ക് ചെയ്തവരൊക്കെ?
ഇതൊരു ഭയങ്കര മീറ്റിംഗ് ആണ്. അഗെയിൻ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് കോവിഡിന് ശേഷം എല്ലാവരും മീറ്റിംഗ് കുറവായിരുന്നു. ഓൾ ഫ്രണ്ട്സ്, ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സ് കൂടെ എല്ലാ ഡയറക്ടേഴ്സും കണ്ട്, എല്ലാ സിനിമാറ്റോഗ്രാഫേഴ്സും കണ്ട്, ലൈറ്റിംഗ് അസിസ്റ്റൻസ് കണ്ട്, കാസ്റ്റ്യൂം അസിസ്റ്റൻസ് കണ്ട്. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഈവൻറ്റ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വലിയൊരു സംഭവമാണ് ഇത്. ഒരു പല സംഘടനകൾക്കും ഇതൊരു മാതൃകയാണ്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കാണ്. കാരണം ഇത് ഒരു റിസ്ക്കുമാണ്. ഇതിനകത്ത് ആ റിസ്ക് അവർ ഏറ്റെടുക്കുകയാണ്. കാരണം ഇതൊരു നാളെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ ആ ധൈര്യപൂർവ്വം അങ്ങ് ഏറ്റെടുത്ത് അവർ മുന്നോട്ട് പോകുന്നു. ഞാനും അതിൻ്റെ ഭാഗമാണ്. നമ്മളൊന്ന് തുടങ്ങി വെക്കണ്ടേ എന്തെങ്കിലും. ഇത് കണ്ടിട്ടാണല്ലോ പലരും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു ചരിത്ര സംഭവം തന്നെ. നന്നായിരുന്നു, നല്ലൊരു ഇവൻ്റ് അല്ലായിരുന്നു. വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. പ്രത്യേകിച്ച് ഉണ്ണിയേട്ടൻ്റെ ഞങ്ങൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പൊക്കെ നമ്മളും ചെയ്യുന്നു, അതേ ഉള്ളൂ. പിന്നെ ഉണ്ണിയേട്ടൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഉണ്ണിയേട്ടൻ്റെ എഫേർട്ടാണിത് ആക്ച്വലി. എല്ലാവരെയും ഇത്രയും കോർഡിനേറ്റ് ചെയ്ത് ഇത്രയും വലിയൊരു ഇവൻറ്റും ഇതുപോലൊരു ഈ ഇൻഷുറൻസിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് എല്ലാവരും അത് ഒറ്റക്കെട്ട് ആയിട്ട് നിന്ന് ചെയ്തു എന്ന് പറയുന്ന ഒരു വലിയ അച്ചീവ്മെൻറ്റ്. വളരെ സന്തോഷം തോന്നുന്നു. ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതാണ് ഫെഫ്ക ചെയ്യുന്ന. ഇനിയും ഒരുപാട് ചെയ്യാനിരിക്കുന്ന നല്ല പ്രവൃത്തികൾക്കൊരു തുടക്കം എന്ന് മാത്രമേ ഇതിന് കരുതുന്നുള്ളൂ. ഇനിയും ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ കെൽപ്പുള്ള സംഘടനയാണ്. ഇനിയും തൊഴിലാളികൾക്ക് ക്ഷേമകരമായ ഒരുപാട് പ്രവൃത്തികൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു സിദ്ദീഖ. അടിപൊളിയായിട്ടായിരുന്നു, വളരെയധികം സന്തോഷം. തുടക്കം മുതലുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ തൊട്ട് ഡയറക്ടർ. നമ്മുടെ ഒരു കുടുംബത്തിലെ പരിപാടിയാണ്. അതെ. അതുകൊണ്ട് ഞാൻ സിദ്ദീഖ് സാറിന് ഉള്ള സമയത്ത് ആദ്യം ഫെഫ്ക ഉണ്ടാവുന്ന സമയത്ത് തുടക്കം മെമ്പറുള്ള സമയത്ത് സിദ്ദീഖ് സാറിൻ്റെ കൂടെ കയറിയ ആളാണ് ഞാനും സോചേട്ടനൊക്കെ. അന്ന് വരെ ഇന്ന് വരെ സന്തോഷമായിട്ടുണ്ട്. ഇനി അങ്ങോട്ടും പൂർണ്ണമായിട്ടും ഫെഫ്കയുടെ കൂടെ തന്നെ ഉണ്ടാവും. കാരണം ഇത്ര വലിയൊരു കാര്യമില്ല ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ ചികിത്സാ സഹായത്തിൻ്റെ. എന്തായാലും എല്ലാവിധ ആശംസകളും. എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം കണ്ടേരും മനസ്സിൽ? ഭയങ്കര സന്തോഷമുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സിനിമയിൽ വന്നിട്ട് വീട്ടിലുള്ള ആളുകളായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഇവരുടെ കൂടെയാണ്. അപ്പോൾ ഇവിടെ വരികയും ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ കാണുകയും ഇവിടെ ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും അതുപോലെ വീട് നിർമ്മിച്ചു നടക്കലും അതൊക്കെ എല്ലാവരും അവരവരിലും ഉള്ളത് വെച്ചിട്ട് ചുറ്റുമുള്ള എല്ലാവർക്കും ശരിക്കും സമത്വം, സമർപ്പണം എന്ന് പറയുന്നതെല്ലാം പ്രാവർത്തികമാക്കുന്നത് ഈ സംഘടന ചെയ്യുന്നത് നമുക്ക് കാണാം. അത് തികച്ചും അനുകരണീയമാണ്, ആദരണീയമാണ്. ഈ സാമൂഹിക ജീവിയായിട്ടുള്ള മനുഷ്യൻ ഒരു സംഘടന എന്തുകൊണ്ട് ആവശ്യമെന്ന് വെച്ചാൽ മനുഷ്യൻ സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ തീർച്ചയായിട്ടും മനുഷ്യന് ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഭയങ്കര ഒരു മനസ്സ് നിറയുന്ന ഒരു അനുഭവമായിരുന്നു ഈ ഇവിടെ വരാൻ സാധിച്ചതും. ഇവിടെ കുറേ കാലങ്ങളായിട്ടുള്ള പണ്ട് മുതലുള്ള പല ചരിത്രങ്ങളും അങ്ങനെ എല്ലാം ഓർമ്മിക്കപ്പെടുന്ന രീതിയിലുള്ളൊരു ഫംഗ്ഷനായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി. ഒരുപാട് സന്തോഷത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഇപ്പം ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ സ്വാഗതം. നമ്മുടെ എംപ്ലോയീസിനെ, നമ്മുടെ തൊഴിലാളികളെ സുരക്ഷിതരാക്കിയിരിക്കും. സന്തോഷം, വളരെ എല്ലാവരും കാണാൻ കഴിഞ്ഞു. എല്ലാവരും ഒരുപാട് നാളിന് ശേഷം കാണാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. എനിക്ക് ഫ്ലൈറ്റിന്റെ സമയമായതുകൊണ്ട് ഞാൻ പോകുന്ന ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഉണ്ണിച്ചേട്ടാ, ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ മുഹൂർത്തത്തിൽ? വലിയ സന്തോഷം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാം നന്നായി. അതാണ് ഉണ്ണിച്ചേട്ടൻ്റെ വാക്കുകൾ പ്രസംഗിക്കും, വാക്കുകൾ ഇടരുന്നു, ഉള്ളിൽ നിന്നും വേദന വരുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്തു കേട്ടോ. വേദനയൊന്നുമില്ല. ഞാൻ 16 വർഷമായിട്ട് ഈ പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. എല്ലാവരും സഹപ്രവർത്തകരാണ്, എൻ്റെ സംഘടനയിലെ അംഗങ്ങളാണ്. അപ്പോൾ അവരുമായിട്ട് എത്രയോ 1.5 പതിറ്റാണ്ടായിട്ട് അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഇരുന്ന മിക്കവരെയും പേര് വിളിച്ച് അറിയാവുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊന്ന് ഉണ്ണിച്ചേട്ടൻ പത്രസമ്മേളനത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ വന്നാൽ കുറേ അറിയാൻ പറ്റും ആരാണ് തിരി ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ അത്ഭുതപ്പെടും. തിരിതെളിക്കാനൊക്കെ വിളിച്ച ആ ഒരു സന്ദർഭം നമ്മളെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ചു തോന്നുന്നു. അത്രയും ആളുകൾ ഓർത്തിരുന്ന് ചെയ്ത വലിയ സംഭവമാണ്. അല്ല, ഇതിൽ വേദനയല്ല, ആഹ്ലാദമാണ് തോന്നേണ്ടത്. കാരണം മലയാള സിനിമയിൽ പണിയെടുക്കുന്നവർക്ക്, തൊഴിലാളികൾക്ക്, ചലച്ചിത്ര പ്രവർത്തകർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗംഭീരമായിട്ടുള്ളൊരു ദിവസമാണ്. അവരുടെ മുമ്പോട്ടുള്ള യാത്രയിൽ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടന, അവർക്കായി ആവിഷ്കരിച്ചിരിക്കുന്ന സമഗ്രമായ ഒരു ആരോഗ്യ പദ്ധതി, അത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവർക്ക് വലിയ രീതിയിലുള്ള സമാശ്വാസമാകും. അപ്പോൾ ഇത് ആഹ്ലാദത്തിൻ്റെ ദിവസമാണ്, അല്ലാതെ വേദനിക്കേണ്ട ദിവസമാണ്. വലിയൊരു ചലഞ്ചല്ല ഈ ഇൻഷുറൻസ് പദ്ധതി അല്ലേ? അതൊക്കെ നമ്മൾ മീറ്റ് ചെയ്യും. അതാണല്ലോ ഞാൻ സംസാരിച്ചപ്പോഴും പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു ഡയറക്ടറെ കിട്ടിയിരുന്നു, ലാലേട്ടന് മെമ്പർഷിപ്പ് നൽകിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും അത് നമ്മൾ
അദ്ദേഹത്തിന് നൽകിയ ആശംസാ പത്രത്തിൽ പറഞ്ഞ പോലെ തന്നെ അത് സംഘടനയ്ക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ്. ഏതായാലും സഹകരണത്തിൽ വളരെ നന്ദി. താങ്ക് യു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. വലിയൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ഈ ഫെഫ്കയുടെ ഈ ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇത്രയും പ്രൗഢവും ഗംഭീരമായൊരു ചടങ്ങിൽ വെച്ച് അത് ആരംഭിക്കാൻ കഴിഞ്ഞതിനും വളരെ സന്തോഷമുണ്ട്. മലയാള സിനിമയുടെ എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളും ഈ വേദിയിൽ സന്നിഹിതരായിരുന്നു എന്നുള്ളതും ഞങ്ങൾക്ക് അഭിമാനമാണ്. ഇത് കൂടുതൽ തൊഴിലാളികളുടെ കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടരുവാനായിട്ടുള്ള ഒരു ഊർജം ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനെ മുമ്പിൽ നിന്ന് നയിച്ച ബി ഉണ്ണികൃഷ്ണൻ്റെ കൂടെ തുടർന്നും ഫെഫ്കയിലെ ഓരോ അംഗങ്ങളും ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യവും ഉറപ്പും. അഭിമാനം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. എല്ലാവരും ഒരുമിക്കുന്ന ഇത്തരം അപൂർവ സന്ദർഭങ്ങൾ, അതും ഇങ്ങനെയൊരു വളരെ വിശേഷപ്പെട്ട ഒരു പദ്ധതിയുടെ ആവിഷ്കാരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വലിയ ചടങ്ങ് വിജയകരമായി നടത്താൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു. ഫെഫ്കയുടെ ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ എല്ലാ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു. വളരെ എന്താ പറയുക, എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാരണം ഫെഫ്കയുടെ ഒരു വലിയ വിജയത്തിൻ്റെ പല പടികളും കടന്ന് അടുത്തൊരു പടിയിലേക്ക് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തൊഴിലാളികൾക്ക് ഒരു സഹായമാണ് ഇന്നത്തെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങളിൽ ഓരോരുത്തരുടെയും, കാരണം ഇത് ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടവരിൽ ഞാനും കൂടി ഒരാളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയേറെ ആവേശം. എന്താ അഭിമാനം, അല്ലാതെ വേറെന്താ പറയാനാ. ചരിത്ര നിമിഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും ഓരോ അംഗങ്ങൾക്കും 3 ലക്ഷം രൂപ വരെ 3000 രൂപ മുടക്കി കിട്ടുക എന്ന് പറയുന്നത് ഇത് ആർക്കും കൊടുക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. തീർച്ചയായിട്ടും ഫെഫ്കയിൽ അംഗമായതിൽ, അല്ലെങ്കിൽ ഫെഫ്ക ഇങ്ങനൊരു പദ്ധതി തുടങ്ങിയതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താണ് പറയേണ്ടത്, വളരെ സന്തോഷം. പരിപാടികൾ അവസാനിച്ചിരിക്കുന്നു. നല്ല സന്തോഷത്തോടു കൂടിയുള്ള ദിവസമായി തന്നെ എല്ലാവരും പരസ്പരം ആലിംഗനം ചെയ്തുമാണ് ഇവിടുന്ന് യാത്ര പിരിഞ്ഞ് പിരിയുന്നത്. ഇനിയും കാണാമെന്നുള്ള ഒരു സൗഭാഗ്യത്തോടു കൂടി തന്നെ ഇവർ യാത്ര പിരിഞ്ഞ് പിരിയുകയാണ്. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.